നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. അറിവിന്റെ വിരുന്നിലയുമായി വിജയദശമി. അറിവിന്റെ ആദ്യ അക്ഷരം കുറിച്ച് കുരുന്നുകൾ. വെള്ളപ്പൊക്കവും കീടബാധയും കൊയ്തെടുത്തതിന്റെ ബാക്കി കൊയ്യാൻ കർഷകർ. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വിജയദശമി നാളിൽ വിളവെടുപ്പിന് തുടക്കം. ഈദ് സംഗമം. നന്മയുടെയും വ്രതശുദ്ധിയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി ബലിപ്പെരുന്നാൾ. വിശദമായ വാർത്തകളിലേക്ക്. വിജയദശമി ദിനത്തിൽ അക്ഷരലോകത്തിലേക്ക് ആയിരക്കണക്കിന് കുരുന്നുകൾ പിച്ചവെച്ചു. വിജയദശമിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. യാ ദേവി സ്തൂയത്തെ നിത്യം ബ്രഹ്മേന്ദ്ര സുരകിന്നരഃ സാമമൈവാസ്തു ജിഹ്വാഗ്രേ പദ്മഹസ്താ സരസ്വതി. വിദ്യ ആരംഭിക്കുന്ന ദിനമാണ് വിജയദശമി. വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം കുറിക്കുന്നതിന് പ്രത്യേകം മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല. മഹാനവമിയുടെ പിറ്റേ ദിവസമാണ് വിജയദശമിയായി ആഘോഷിക്കുന്നത്. കന്നിമാസത്തിലെ കൃഷ്ണാഷ്ടമി നാളിൽ പൂജ വയ്ക്കുന്ന ഉപകരണങ്ങൾ ഒരു ദിവസത്തിന് ശേഷം വിജയദശമി നാളിൽ പുറത്തെടുക്കും. കുട്ടികൾക്ക് അനുയോജ്യമായ നാളിൽ മുഹൂർത്തം കുറിച്ചു വാങ്ങി നാവിൽ ആദ്യാക്ഷരം കുറിക്കുന്ന സമ്പ്രദായമാണ് കേരളത്തിൽ ആദ്യകാലത്ത് നിലനിന്നിരുന്നത്. കാലം മാറിയതോടെ എഴുത്തിനിരുത്തുന്നത് വിജയദശമി ദിനങ്ങളിൽ മാത്രമായി ചുരുങ്ങി. വിജയദശമി നാളിൽ നവമി ബാക്കിയുണ്ടെങ്കിൽ അതും കഴിഞ്ഞ ശേഷം മാത്രമേ വിദ്യാരംഭം തുടങ്ങാവൂ എന്നാണ് ശാസ്ത്രം. വിജയദശമി ദിവസം രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പൂജയെടുക്കും. ഹൈന്ദവ ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാ മലയാളികളും ഓരോ പ്രദേശത്തെയും ജീവിത രീതിയുടെ അടിസ്ഥാനത്തിൽ ഗ്രന്ഥങ്ങൾ, പണി ആയുധങ്ങൾ എന്നിവ ദേവീ സന്നിധിയിൽ പൂജയ്ക്ക് വെക്കുകയും വിജയദശമി ദിനം പ്രാർത്ഥനയോടെ തിരികെ എടുക്കുകയും ചെയ്യും. വിജയദശമിയോടനുബന്ധിച്ച് മുല്ലക്കൽ ദേവീക്ഷേത്രം, കിടങ്ങാമ്പറമ്പ് ദേവീക്ഷേത്രം, പനച്ചിക്കാട് ദേവീക്ഷേത്രം തുടങ്ങി കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലായി നിരവധി കുരുന്നുകളാണ് വിദ്യയുടെ ലോകത്തേക്ക് പിച്ചവെച്ചത്. പിന്നെ നീ വാക്കുകൾ കോർത്തെന്റെ വാണിയിൽ ഗാനങ്ങളായുണർന്നപ്പോൾ കണ്ടു ഞാനതിരറ്റ നിന്റെ കാരുണ്യം. ഇനിയും ഇനിയും ചൊരിയുകില്ലേ നിന്റെ സംഗീത നഭസിലെ അമൃതവർഷം അമൃതവർഷം. സാനുകെ സജീവ്, KCV ന്യൂസ്. കുട്ടനാടൻ പാടശേഖരങ്ങളിലെ രണ്ടാം കൃഷി വിളവെടുപ്പ് വിജയദശമി ദിനത്തിൽ ആരംഭിച്ചു. 20,000-ഓളം ഏക്കർ സ്ഥലത്ത് ഇക്കുറി രണ്ടാം കൃഷി ഇറക്കിയിരുന്നെങ്കിലും ഇതിൽ പകുതിയോളം ഏക്കറിലെ കൃഷി വെള്ളപ്പൊക്കത്തെയും മടവീഴ്ചയെയും തുടർന്ന് നശിച്ചിരുന്നു. ചമ്പക്കുളം കൃഷിഭവന്റെ കീഴിൽ വരുന്ന പടച്ചൽ പാടശേഖരത്തിലും തായങ്കേരി, ചിറക്കകം പാടശേഖരങ്ങളിലും വിളവെടുപ്പ് ആരംഭിച്ചു. മഴയും വെള്ളപ്പൊക്കവും ദുരിതം വിതച്ച പാടശേഖരങ്ങളിൽ പലതും മടവീണു പോയിരുന്നു. മടകുത്തി കൃഷി രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടാഴ്ചയ്ക്കടുത്ത് വെള്ളത്തിൽ മുങ്ങിക്കിടന്നതിനാൽ നെൽമണികൾ പതിരാകുന്നതാണ് കർഷകർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചും കരിച്ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവത്തിൽ നിന്നും രക്ഷിച്ചെടുത്ത പാടശേഖരങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. സ്വകാര്യ കൊയ്ത്തുമതി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് മിക്ക പാടശേഖരങ്ങളിലും വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. പുഞ്ചയുടെ വിളവെടുപ്പിന് 120 മുതൽ 125 ദിവസം വരെ മതിയെന്നിരിക്കെ രണ്ടാം കൃഷിക്ക് 150 ദിവസത്തോളം വേണ്ടിവരുന്നുണ്ട്. അതേസമയം തുലാമഴ നേരത്തെ എത്തിയത് വിളവെടുപ്പിനെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. മിച്ചം കിട്ടുന്ന മേപ്പടിയായിട്ടാണ് മിച്ചം കിട്ടുക ഇതൊരു തൊഴിൽ അല്ല. ഇത്തവണ ഒന്നും മിച്ചം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇത് കുറഞ്ഞവരുമുണ്ട്.
ഇപ്പോൾ ഈ 10-15 കിൻഡൽ വരെ ഏക്കറിന് കിട്ടുന്നത് അത് 5 കിൻഡൽ വരെ ഉള്ളവരും ഉണ്ട്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പാടശേഖരങ്ങളുടെ പുറംബണ്ട് നിർമ്മിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. പുറംബണ്ടുകൾ ബലപ്പെടുത്തുന്നതിൽ സംഭവിച്ച പാളിച്ചയാണ് കുട്ടനാട്ടിലെ രണ്ടാം കൃഷി വൻതോതിൽ നശിക്കുവാനും രക്ഷപ്പെട്ടവ തന്നെ പകുതിയിലധികവും പതിരായി പോകുവാനും കാരണമായത്. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വിജയദശമി ദിവസം കൊയ്ത്ത് ആരംഭിച്ചു. ഒരു കാലത്ത് കുട്ടനാട്ടിലെ കൊയ്ത്ത് കാലം ഉത്സവ പ്രതീതി ഉണർത്തുന്നതായിരുന്നു. എന്നാൽ ഇന്ന് വെള്ളപ്പൊക്കവും ഇലപ്പേനും കുട്ടംകുത്തും എരിച്ചിൽ പുഴുവും തണ്ടുതുരപ്പനും ഒക്കെ കൊയ്തെടുത്തതിന്റെ ബാക്കി കൊയ്യുകയാണ് കുട്ടനാട്ടിലെ കർഷകർ. കുട്ടനാട് പാക്കേജ് എന്ന പ്ലാവില കാട്ടി കർഷകരെ സർക്കാരും ജനപ്രതിനിധികളും വഞ്ചിക്കുവാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. കുട്ടനാട് പാക്കേജ് തീർത്തും പതിരായിപ്പോയി. കർഷകർ കൊയ്യുന്നതും പതിരാവുന്നു. ക്യാമറാമാൻ മഡോണ വർഗീസിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് സുന്നി കോർഡിനേഷൻ ആലപ്പുഴ ടൌൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ് സംഗമം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 5-ന് ആലപ്പുഴ മുഹമ്മദൻ സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന ഈദ് സൌഹൃദ സംഗമം G. സുധാകരൻ MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് AM ആരിഫ് MLA റിലീഫ് ഉദ്ഘാടനം നിർവഹിക്കും. സ്വാമി അസ്പർശാനന്ദ, ഫാദർ ജോൺസൺ പുത്തൻവീടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സമ്മേളനത്തിൽ ചേർത്തല വിശ്വകാജി മഠം സ്വാമി ശ്രീമദ് അസ്പർശാനന്ദ സ്വാമി, ഫാദർ ജോൺസൺ പുത്തൻവീട്ടിൽ, A. ഷുക്കൂർ MLA, ex-MLA, BA ഗഫൂർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഖമാരം മാക്കീൽ, അഡ്വക്കേറ്റ് നജീബ് എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും ബഹുമാന്യനായ SYSന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി PK മുഹമ്മദ് ബാദിഷ സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ PMSA ആറ്റക്കോയ തങ്ങൾ, അസ്ലം വട്ടപ്പള്ളി, അഡ്വക്കേറ്റ് ഗുൽസാർ, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽ മിത്രമഠം കോളനിയിൽ നിർമ്മിച്ച RO പ്ലാന്റിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം നിർവഹിച്ചു. ജീവിതകാലം മുഴുവൻ ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം കുടിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന രീതിയിൽ ആ ഒരു മനോഭാവത്തോടുകൂടി നമ്മൾ ഇതിനെ നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മിത്രമഠം കോളനി മാത്രമല്ല, ഈ മിത്രക്കേരി ഭാഗത്തുള്ള ജനങ്ങളുടെ കുടിവെള്ള പരിഹാരത്തിന് ശാശ്വതമായി കിട്ടുന്ന ഒരു പരിഹാരം എന്ന ഒരു രീതിയിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളെ ഇന്നൊക്കെ വായിക്കാറുണ്ട്, നമ്മളുടെ കുട്ടനാട്ടിന്റെ ജലാശയത്തിലുള്ള വെള്ളത്തിന്റെ അത് എത്രമാത്രം പൊള്യൂട്ടഡ് ആണെന്നുള്ളത്. ഏറ്റവും അധികം മലിനമായി കിടക്കുന്ന ഒരു വെള്ളം കുടിക്കുന്ന ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെയുള്ള നല്ല വെള്ളം നമ്മുടെ വീട്ടുപിടിക്കൽ കിട്ടുവാൻ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ അതിനെ പരമാവധി നമ്മൾ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാകും. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 12-ാം വാർഡ് മെമ്പർ ബോബൻ ജോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല രാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനോദിനി കുഞ്ഞുമോൻ, 11-ാം വാർഡ് മെമ്പർ ബിൻസി ഷാബു, RO പ്ലാന്റ് കൺവീനർ രാജേഷ് PR എന്നിവർ സംസാരിച്ചു. ആദിവാസികളുടെ നിൽപ്പ് സമരം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും മാസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ നടത്തുന്ന നിൽപ്പ് സമരം ചർച്ചയിലൂടെ പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്നും ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കാടൻ ആവശ്യപ്പെട്ടു. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ
ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. കൺസ്യൂമർ ഫെഡ് എംപ്ലോയീസ് അസോസിയേഷൻ കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജെയ്സന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്ക് 25% സബ്സിഡി നിരക്കിൽ മണ്ണെണ്ണ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മണ്ണെണ്ണ വിതരണത്തിനായി 12 ബങ്കുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യഫെഡിന്റെ മത്സ്യശ്രീ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി തന്ന മണ്ണെണ്ണയുടെ ഒരു വിഹിതം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചു. അതാണ് ഇങ്ങോട്ട് തുടർന്ന് പോന്നിട്ടുള്ളത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് 25 രൂപ സബ്സിഡി നൽകി കൊടുക്കുന്നതിന് വേണ്ടി 12 മണ്ണെണ്ണ ബങ്കുകൾ ഉടനെ ആരംഭിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. 125 മുതൽ 185 ലിറ്റർ വരെ മണ്ണെണ്ണ, അങ്ങനെ ഈ 25 രൂപ സബ്സിഡിയോടുകൂടി സബ്സിഡിയിൽ നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുത്തു. അത് ഏറ്റവും വേഗത്തിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി 10,000 വീടുകൾ കൂടി പുതിയതായി ഈ വർഷം നൽകുന്നതിന് തീരുമാനമെടുത്തു. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. വീടും സ്ഥലവും ഇല്ലാത്ത മത്സ്യത്തൊഴിലാളികൾക്കായി ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി 48.75 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞു. മത്സ്യഫെഡിന്റെ അവാർഡും ധനസഹായവും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. ആലപ്പുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ KC വേണുഗോപാൽ MP, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാഹരി, ജില്ലാ കളക്ടർ N പത്മകുമാർ, ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയന മാസുഡോ, മത്സ്യഫെഡ് ചെയർമാൻ V ദിനകരൻ, VV കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടന്ന ശുചീകരണ പ്രവർത്തനത്തിൽ നാട്ടുതോടിന് ശാപമോക്ഷം. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ പുഷ്പ ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് കണ്ണാടി കൊല്ലാറ മുതൽ മാലിത്തറ വരെയുള്ള തോട്ടിലെ പോളയും മാലിന്യങ്ങളും നീക്കം ചെയ്തത്. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ പുളിങ്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെയും മഹിളാ കോൺഗ്രസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധി അനുസ്മരണ സമ്മേളനവും നേത്രദാന പക്ഷാചരണവും സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടി DKTF മണ്ഡലം പ്രസിഡന്റ് ജോസഫ് മാമ്പുത്തറ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോളി ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേത്രദാന സമ്മതപത്ര സ്വീകരണോദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു നിർവഹിച്ചു. സദാശിവൻ നായർ, സ്കറിയ കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. SNDP യോഗം കുട്ടനാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 82ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഞായറാഴ്ച 3:30 നടക്കും. മങ്കൊമ്പ് ശ്രീനാരായണ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ നടക്കുന്ന യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി MT പുരുഷോത്തമൻ അധ്യക്ഷത വഹിക്കും. വെളിയനാട് വില്ലേജ് ഓഫീസും പരിസരവും വൃത്തിയാക്കി. ഗാന്ധി ജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് കാട് കയറിക്കിടന്നിരുന്ന വില്ലേജ് ഓഫീസ് പരിസരം വൃത്തിയാക്കിയത്. വെളിയനാട് 12ാം വാർഡിലെ ചെഗ്വേര സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വില്ലേജ് ഓഫീസും പരിസരവും വൃത്തിയാക്കിയത്. കാട് കയറിയ വില്ലേജ് ഓഫീസിനെ കുറിച്ച് KCV വാർത്ത ചെയ്തിരുന്നു. സ്വയം സഹായ സംഘം സെക്രട്ടറി മുരളികുമാർ, പ്രസിഡന്റ് അനിൽകുമാർ, സന്തോഷ് ഐക്കര,
സുഭാഷ് സലിലൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വടക്കൻ വെളിയനാട് അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വഴിയോരങ്ങളിൽ തണൽ മരങ്ങൾ നട്ടു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചാണ് തണൽ മരങ്ങൾ നട്ടത്. കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ചൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് പ്രകാശ് ഇരുപതംചിറ, സെക്രട്ടറി വി കെ ബൈജു, മധു നാലുപറയിൽ, ടിബിൻ വാലയിൽ എന്നിവർ സംസാരിച്ചു. കുട്ടനാട് പാക്കേജിന്റെ പ്രവർത്തനങ്ങൾ അനന്തമായി നീണ്ടുപോകുന്നതിനെതിരെ കേരള പ്രദേശ് കർഷക കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു. തിങ്കളാഴ്ച വിയപുരത്ത് നിന്ന് ആരംഭിക്കുന്ന വാഹനജാഥ നീലംപേരൂർ മണ്ഡലത്തിലെ ചെറുകരയിൽ സമാപിക്കും. നവരാത്രി പൂജാ മഹോത്സവത്തോടനുബന്ധിച്ച് കാവാലത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വാഹനപൂജ നടത്തി. കാവാലം തട്ടാശ്ശേരി റോഡ് മുക്കിൽ രഞ്ജിത്ത് ശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് വാഹനപൂജ നടത്തിയത്. മഹാനവമി ദിനത്തിൽ ദീപാരാധനയും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ദീപക്കാഴ്ചയും കരിമരുന്ന് പ്രയോഗവും കലാപ്രകടനവും തുടർന്ന് ഭക്തിഗാനസുധയും അരങ്ങേറി. വിജയദശമി ദിനത്തിൽ ശുഭമുഹൂർത്തത്തിൽ പൂജ ഇളക്കുകയും തുടർന്ന് പായസ വിതരണവും നടന്നു. ചങ്ങനാശ്ശേരി താലൂക്ക് NSS യൂണിയൻ ശതാബ്ദി സംഗമവും 101ാമത് വിജയദശമി നായർ മഹാസമ്മേളനവും നടന്നു. വെള്ളിയാഴ്ച 2:30 പെരുന്ന NSS ബോയ്സ് ഹൈസ്കൂൾ മൈതാനിയിൽ നടന്ന താലൂക്ക് തല NSS ശതാബ്ദി സംഗമവും 101ാമത് വിജയദശമി നായർ സമ്മേളനവും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു. സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ആവശ്യവും ഈ ശതാബ്ദി വർഷത്തിൽ അത് തന്നെയാണ്. കാരണം നമ്മൾ സെമിനാറുകൾ, മേഖലാ സെമിനാറുകളും താലൂക്ക് സമ്മേളനങ്ങളും ഒക്കെ വളരെയധികം പ്രാവശ്യം വർഷങ്ങളിൽ നടത്താറുണ്ടെങ്കിലും അതിൽ സ്ഥിരം ശ്രമിക്കുന്നവരായും കാഴ്ചക്കാരായും വരുന്നത് സ്ഥിരം ചില ആളുകൾ ആയാണെങ്കിൽ കരയോഗ തലത്തിലേക്ക് താലൂക്ക് യൂണിയനുകൾ ചെന്നെത്തി, നേതൃത്വം ചെന്നെത്തി സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം എന്താണെന്നും ഈ ശതാബ്ദി വർഷത്തിന്റെ പ്രാധാന്യം എന്താണെന്നും നമ്മുടെ പ്രവർത്തനം ഏത് വിധമായിരിക്കണം എന്നും ഉള്ള ആ പ്രേരണ അവർക്ക് നൽകുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ നായർ സമുദായ അംഗങ്ങളിൽ 90% അംഗങ്ങളും കുറഞ്ഞത് NSS പ്രസിഡന്റ് PN നരേന്ദ്രനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു. NSS ട്രഷറർ ഡോക്ടർ M. ശശികുമാർ, വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VP ഹരിദാസ്, സംഘടനാ വിഭാഗം മേധാവി KN വിശ്വനാഥപിള്ള എന്നിവർ സംസാരിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഹരികുമാർ കോയിക്കൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് VG ഭാസ്കരൻ നായർ നന്ദിയും പറഞ്ഞു. യുവദീപ്തി KCYM ചമ്പക്കുളം ഗാഗുൽത്ത യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്ററിലെ ഡോക്ടർമാരും പച്ച ലൂർദ് മാത ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ പീഡിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടർമാരും പങ്കെടുത്തു. ചരമവാർത്തകൾ. കുറിച്ചി വലിയ വീട്ടിൽ KK ദാമോദരൻ നിര്യാതനായി 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചതുർത്ഥ്യാഗരി ഗോവിന്ദപുരം ചിറ സരസമ്മ നിര്യാതയായി 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കിടങ്ങറ വടകര തുരുത്തുമാലിൽ അബ്രഹാം കുഞ്ചറിയ നിര്യാതനായി 64 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. എടത്തുവ മരിയാപുരം വേഴക്കാട് വർഗീസ് നിര്യാതനായി 44 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 10 എടത്തുവ സെന്റ് ജോർജ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. അറിവിന്റെ വിരുന്നിലയുമായി വിജയദശമി. അറിവിന്റെ ആദ്യ അക്ഷരം കുറിച്ച് കുരുന്നുകൾ. വെള്ളപ്പൊക്കവും കീടബാധയും കൊയ്തെടുത്തതിന്റെ ബാക്കി കൊയ്യാൻ കർഷകർ. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വിജയദശമി നാളിൽ വിളവെടുപ്പിന് തുടക്കം.
ഈദ് സംഗമം നന്മയുടെയും വ്രതശുദ്ധിയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി ബലിപ്പെരുന്നാൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.